ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ പൂഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യമായിട്ടാണ് എനിക്കൊരു പ്രോഗ്രാമിന് വേദി മലയഞ്ചിപ്പാറ സ്കൂളിൽ ഒരുക്കി തന്നതിന് ഒരുപാട് നന്ദിയോടെ. നിങ്ങൾക്കറിയാം, ഞാൻ നമ്മുടെ കൈപ്പള്ളി എന്ന് പറയുന്ന മലയോര മേഖലയിൽ ഇതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നാണ് ഈ ഒരു വേദിയിലേക്ക് നിൽക്കുന്നത്. ഒരുപാട് സ്നേഹത്തോടെ എൻ്റെ പ്രോഗ്രാമിലേക്ക് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്കറിയാം. ഞാൻ വേൾഡിൽ, നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ അറിയാം, ലോകത്താരും ഇന്ന് വരെ ഒരു ഫാൻ മ്യൂസിക് ആക്കി മാറ്റിയിട്ടില്ല. വേൾഡിൽ ആദ്യമായിട്ട് ഒരു ഫാൻ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ആക്കി മാറ്റി വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ ഒരു ഐറ്റമാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനായിട്ട് വന്നത്. അപ്പം നിങ്ങൾക്കറിയാം, കൈപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഇത്തരത്തിലുള്ള പ്രോഗ്രാം ചെയ്യുന്ന യുവജനങ്ങളിലേക്ക് നമുക്ക് ദൈവം തന്ന ശരീരം കാത്തു സൂക്ഷിക്കണം എന്നുള്ളൊരു വലിയ സന്ദേശം കൊടുക്കാനാണ്. വെറും ഒരു തല്ലിപ്പൊട്ടിയിലോ അല്ലെങ്കിൽ സാഹസികതയോ അല്ല ചെയ്യുന്നത്. നമുക്കറിയാം, എല്ലാവരും മറന്നു പോകുന്ന കാര്യമാണ്. ടേസ്റ്റിന് വേണ്ടി നമ്മൾ മലയാളികൾ മണ്ണ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് രുചിയുണ്ടെങ്കിൽ അതും ഭാര്യ തിന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നുമല്ല, നമ്മളെ സ്നേഹിക്കുക എന്നുള്ള സന്ദേശം. നമ്മളെ സ്നേഹിച്ചാലേ നമ്മുടെ അച്ഛനമ്മമാരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ, നമ്മുടെ നാടിനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ, നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. നമുക്ക് എന്തൊക്കെ ടാലൻ്റ് ഉണ്ടെങ്കിലും ആ ടാലൻ്റ് നമ്മുടെ രാജ്യത്തിന് ഉപകാരമുള്ള കാര്യങ്ങളാക്കി മാറ്റണമെങ്കിൽ നമ്മുടെ ടാലൻറ്റുകൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മെയിനായിട്ട് നമ്മുടെ ശരീരം സംരക്ഷിക്കുക എന്നുള്ള കാര്യമാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രോഗ്രാമിലേക്ക് കിടക്കാൻ. ഇത് മെറ്റൽ ലീഫാണ്, 2000 RPM കറങ്ങുന്നതാണ്. ഇത് മ്യൂസിക് ആക്കി മാറ്റാൻ നമുക്ക് ടൈമിങ്ങും കോൺസെൻട്രേഷൻ പവറും ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ പ്രൂഫ് ചെയ്ത് കാണിക്കും. നല്ലൊരു കൈയ്യടി. ഞാൻ കുറച്ചുകൂടി ഡേഞ്ചർ ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. നമുക്ക് അമേരിക്കക്കാരുടെ പേരിൽ ഒരു വേൾഡ് റെക്കോർഡ് നമ്മുടെ രാജ്യത്തേക്ക്, നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നൊരു ഐറ്റമാണ്. ഞാൻ പിന്നെ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്, എന്നെ കാണുന്ന ആൾക്കാർ ആരും അനുകരിക്കാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങൾ സിനിമയിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ മിമിക്രി ചെയ്യുന്ന പോലെ അല്ല, വളരെ അപകടം പിടിച്ച കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, മാനസികമായിട്ടും ബൂസ്റ്റപ്പ് ചെയ്യുകയും എപ്പോഴും വിളിക്കുകയും ചെയ്യുന്നത് എബിച്ചേട്ടനാണ്. എബിച്ചേട്ടനെ എനിക്ക് നല്ലൊരു കൈയ്യടി കേട്ടോ. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ, അതായത് പൂഞ്ഞാറിൽ നിന്ന് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ മറ്റൊരു ഫാനെ പരിചയപ്പെടുത്താനായിട്ട് പോകണം. ഞാൻ പറഞ്ഞു, അമേരിക്കക്കാരൻ്റെ പേരിരുന്ന റെക്കോർഡ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു ഐറ്റമാണ്.
അത് അദ്ദേഹം ചെയ്ത ഇതിലും പവർ കുറഞ്ഞ ഫാനായിരുന്നു. പക്ഷെ ഞാനിത് നമ്മൾ സാധാരണ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഫാന് കണ്ണ് മൂടി കെട്ടിയിട്ട് നാവുകൊണ്ട് സ്റ്റോപ്പ് ചെയ്ത വേൾഡ് റെക്കോർഡ്, ഗിന്നസ് റെക്കോർഡ് എൻ്റെ പേരിലുണ്ട്. ആ ഒരു ഐറ്റം നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനായിട്ട് പോകണം. വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്, നമുക്ക് ടൈമിങ്ങും കോൺസെൻട്രേഷൻ പവറും ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യം ചെയ്യാൻ പറ്റും. ഇപ്പം ബ്രേക്കിംഗ് ആണെങ്കിലും നമുക്ക് ബ്രീത്തിങ് പവർ, അതുപോലെ തന്നെ നമ്മുടെ ബോഡി പവർ, മെന്റൽ സ്ട്രെങ്ത്, ടൈമിങ്, കോൺസെൻട്രേഷൻ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടെ ഒന്നിച്ച് വന്നാൽ മാത്രമേ നമുക്ക് അവിടെ അത് വിജയിപ്പിച്ചൊരു പ്രോഗ്രാമായിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾക്കറിയാം, സാഹസ്യ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ അപകടം നിറഞ്ഞാണ്. ബ്രേക്കിംഗ് ആണെങ്കിലും അപകടം നിറഞ്ഞാണ്. അതുകൊണ്ട് ഞാൻ മുൻകൂർ ജാമ്യങ്ങൾ എടുക്കണം. എന്തെങ്കിലും ഒരു ഇത് വരാതെ നിങ്ങളുടെ ഒരു പ്രാർത്ഥന, നല്ലൊരു സപ്പോർട്ടും എനിക്കുണ്ടാവണം. താങ്ക് യു. അപ്പോൾ വേദിയിലേക്ക് ഒരാൾക്ക് ഒന്ന് കയറി എൻ്റെ കണ്ണൊന്ന് മൂടിക്കെട്ടാൻ വേണ്ടി ആയിരിക്കും ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കാർ. ഞാൻ മോൾനില കെട്ടാൻ ഉപയോഗിക്കുന്ന ബ്രിക്കാണ്, ISI-മാർക്കുള്ള ബ്രിക്കാണ്. ഇവിടെ നിൽക്കുന്നവരൊക്കെ കാണാമെന്ന് അറിയത്തില്ല. ബ്രേക്കിംഗ് എന്ന് വെച്ചാൽ ടഫായിട്ടുള്ള കാര്യമാണ്. ഞാൻ 100-ലധികം വെറൈറ്റി ബ്രേക്കിങ്ങുകൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതിൽ സാധാരണ മാർഷൽ ആർട്സുകാർ ചെയ്യാത്ത, ഇപ്പോൾ ഇന്ത്യയിലോ കേരളത്തിലോ മറ്റ് സ്റ്റേറ്റുകളിലോ ചെയ്യാത്ത ബ്രേക്കിംഗ് ആണ് ഞാൻ ചെയ്യാറുള്ളത്. എൻ്റേതായ സ്റ്റൈല്, എൻ്റേതായ രീതിക്കാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഓരോ കാര്യത്തിലും പുതുമ കൊണ്ടുവരിക എന്നുള്ളതാണ്. നിങ്ങളുടെ നാട്ടുകാരനാണ് കേട്ടോ ഞാൻ. അതുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ഒരു ഭാഗ്യം കൊണ്ടായിരിക്കും ഒരു പക്ഷേ എനിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഒരു 15ഓളം വേൾഡ് റെക്കോർഡ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൊണ്ടുവരാനായിട്ട് പറ്റി. നമുക്ക് ഗവൺമെന്റോ മറ്റാൾക്കാരുടെയോ ഒന്നും സപ്പോർട്ട് ഇല്ലാത്തപ്പോൾ നിങ്ങളുടെ ഈ ഒരു സഹകരണം, അല്ലെങ്കിൽ ഈ ചേട്ടനെ പോലുള്ള ആൾക്കാരുടെ സപ്പോർട്ടും നമ്മുടെ നാട്ടുകാരുടെ ഈ ഒരു കയ്യടിയൊക്കെയാണ് നമ്മുടെ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് എനിക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്
വണ്ടി, എൻ്റെ വണ്ടിയുടെ പുറകിൽ ഒരു വണ്ടി ഞാൻ നിർത്തിയിട്ടിരുന്നതാണ്. എൻ്റെ പുറകിൽ ഒരു വണ്ടി വന്ന് ഇടിച്ചിട്ട് എൻ്റെ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ചേട്ടനോട് ഞാൻ പറഞ്ഞായിരുന്നു പോകുന്ന വഴിക്ക്. എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം ഡാമേജ് ആയി എന്ന് ഞാൻ കരുതിയിരുന്നു. കാരണം അത്ര നല്ലതായിട്ടൊരു ഇടിയാണ് എനിക്ക് കിട്ടിയത്. ദൈവം അനുഗ്രഹിച്ച് ഒന്നും പറ്റിയില്ല. അപ്പം നല്ല ഒരു കൈയടി, ഞാനത് ബ്രേക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നല്ലൊരു സപ്പോർട്ടിങ് കൈയടി. നിങ്ങൾക്കറിയാം, കോക്കനട്ട് ബ്രേക്കിങ്ങിൽ നമുക്ക് ഒരു ഗിന്നസ് റെക്കോർഡുണ്ട്. അത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കണ്ട ഗിന്നസ് വേൾഡ് റെക്കോർഡാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കൈപ്പള്ളിയിൽ ചെറിയ തേങ്ങ ഒക്കെ പൊട്ടിക്കും, ബ്രേക്ക് ചെയ്യും, ചെറിയ പരിപാടികളൊക്കെ ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ജർമ്മൻ സ്വദേശി മുഹമ്മദ് ഗുർമാനി എന്ന് പറയുന്ന ജർമ്മൻകാരനായിട്ടുള്ള, അദ്ദേഹത്തിന്റെ നാട്ടിൽ കയ്യിൽ ഹാമർ ഏന്തിയ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആളാണ് മുഹമ്മദ് ഗുർമാനി എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ജർമ്മൻകാരനാണ് അദ്ദേഹം. ജർമ്മനി തെങ്ങും തേങ്ങയും ഇല്ലാത്ത സ്ഥലമാണ്. അപ്പം ഞാൻ ഈ ഇദ്ദേഹത്തിന്റെ ബ്രേക്കിംഗ് കണ്ടിട്ട് ഭയങ്കര ഇതായി. കാരണം ഈ കോക്കനട്ട് ബ്രേക്കിങ്ങിന്റെ റെക്കോർഡ് നമുക്ക് കേരളത്തിൽ കൊണ്ടുവരണം. കാരണം കേരകൃഷ്ണങ്ങളുടെ ആളാണ് കേരളം എന്ന് പറയുന്നത്. അദ്ദേഹം 1 മിനിറ്റിൽ 60, അതായത് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. ആ ഒരു സെക്കൻഡിൽ ഒരെണ്ണം വെച്ചിട്ടാണ് കോക്കനട്ട് അയാൾ ബ്രേക്ക് ചെയ്തത്. അപ്പൊ ഞാൻ പ്രാക്ടീസ് ചെയ്തു. അപ്പൊ എനിക്കൊരു ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധികളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാമുകളൊക്കെ ചെയ്തത്. കാരണം നിങ്ങൾക്കറിയാം, ഞാൻ KSRTCയിൽ ഈരാറ്റുപേട്ട ഡിപ്പോയിൽ 11 വർഷം ഏതാണ്ട് ജോലി ചെയ്തിട്ട് തിരിച്ച് ഇറങ്ങി പോകുന്ന ഒരാളാണ്. കാരണം KSRTC ബസ് കടിച്ച് ഈരാറ്റുപേട്ട ഹൈവേയിൽ, ഈരാറ്റുപേട്ട പാല ഹൈവേയിൽ KSRTC ബസ് കടിച്ചു വലിച്ച് ഏഷ്യൻ റെക്കോർഡും അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡും എൻ്റെ പേരിലുണ്ട്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ഇദ്ദേഹത്തിന്റെ ഗിന്നസ് റെക്കോർഡ് നമുക്ക് കൊണ്ടുവരണം. ഈ പ്രതിസന്ധിയുടെ ഇടയിൽ നിന്നുകൊണ്ട് നമുക്ക് കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് ഏത് പ്രതിസന്ധി വരുമ്പോഴും അത് തരണം ചെയ്യാൻ മെന്റൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലൊരാഗ്രഹം ഉണ്ടെങ്കിൽ ഏതറ്റം വരെ പോകാൻ പറ്റും എന്നുള്ളത് ഞാനൊരു മോട്ടിവേഷനാണ്. ഞാൻ മറ്റുള്ള ആൾക്കാരെ ഒന്ന് മോട്ടിവേഷൻ തരുന്നതല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് പ്രവർത്തിച്ച് കാണിച്ചിട്ടാണ് എന്നെ കാണുന്ന ആൾക്കാരുടെ മുമ്പിൽ ഞാൻ നിന്ന് ഈ മൈക്ക് എടുത്ത് സംസാരിക്കുന്നത്. ഒത്തിരി മോട്ടിവേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരൊന്നും അവരുടെ ജീവിത അനുഭവം അങ്ങനെ ആവില്ല. കാരണം എൻ്റെ ജീവിത അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് 20 വർഷക്കാലമായിട്ട് മറ്റസുഖങ്ങളൊന്നുമില്ലാതെ എൻ്റെ ശരീരം കാത്തു സൂക്ഷിക്കാൻ പറ്റിയെങ്കിൽ നമ്മുടെ ജീവിത ദിനചര്യയാണ് അസുഖങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, ഇന്ന് 2 കിഡ്നി ഉണ്ടെങ്കിലും ആ 2 കിഡ്നി കൊണ്ട് കളഞ്ഞിട്ട് നമ്മൾ ദൈവത്തെ കുറ്റം പറയുന്ന ആൾക്കാരാണ്.
വെള്ളം കുടിക്കാൻ മറന്നു പോകുന്ന ആൾക്കാരാണ്. കണ്ണിന് 2 റെറ്റിന ഉണ്ട്. നമുക്ക് എന്നെ നിങ്ങൾ കാണുന്നു, നിങ്ങളെ ഞാൻ കാണുന്നു. ദൈവം തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് നമ്മളെ കാണാനുള്ള കഴിവ്, നമുക്ക് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള കഴിവ്. ഇതൊന്നും നമ്മൾ മറന്നുപോയി പണത്തിൻ്റെയും മറ്റ് കാര്യങ്ങളെ പുറകെ ഓടുമ്പോൾ. നിങ്ങളൊരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ അറിയാം, നിങ്ങളൊരു ആപ്പിളിൻ്റെ ഒക്കെ സെറ്റാണെങ്കിൽ അത് ആരുടെയും കൈ കൊടുക്കില്ല, എവിടെയെങ്കിലും പോർല വീണ് പിന്നെ ഫോൺ എടുത്ത് നോക്കും, നമ്മുടെ സ്ക്രീനിൽ സ്ക്രാച്ച് കണ്ടിട്ടുണ്ടോന്ന്. നമ്മളൊരു പുതിയ വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് സമയത്ത് സർവീസിങ് നടത്തും. ആ വണ്ടി എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ സങ്കടമാണ്. പക്ഷെ അതിലൊക്കെ ഒരുപാട് മൂല്യമുള്ള, ഒരുപാട് വില ഉള്ള ഒരു ശരീരം, അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശരീരമാണ് ഏറ്റവും മൂല്യമുള്ള സാധനം. നമുക്ക് ദൈവത്തോടുള്ള ഏറ്റവും വലിയ കടമ നമ്മുടെ ശരീരം സംരക്ഷിക്കുക, ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് മറന്നു പോകാതിരിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇതാണ്, മുഹമ്മദ് കുർബാനി എന്ന് പറയുന്ന ആളുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായി. ഞാൻ പ്രാക്ടീസ് ചെയ്തു. ഏതാണ്ട് 47 സെക്കൻഡ് കൊണ്ട് 147 തേങ്ങ എനിക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റി. 1 സെക്കൻഡിൽ 3. ഇപ്പം വേൾഡിൽ ആരും ചെയ്യാത്ത ഒരു ഗിന്നസ് റെക്കോർഡ് അറ്റൻഡ് നടത്താനായിട്ട് പോവുകയാണ്. നിങ്ങൾക്കറിയാം, ഇത് കോഴിമുട്ടയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് നോക്കാം. കോഴിമുട്ടയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതാണ് പൊട്ടിച്ച് നോക്കല്ലേ, ഞാൻ പിന്നെ ലാസ്റ്റ് പൊട്ടിച്ച് കാണിക്കാം, ചേട്ടനെ കാണിക്കാം. മുട്ടയാണല്ലോ. അപ്പം ഈ മുട്ട കൈ പിടിച്ചിട്ട് കോക്കനട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? ഇത് നിലവിൽ ഇത്രയും നാളായിട്ട് ഒരു വേൾഡിൽ ആരും ബ്രേക്ക് ചെയ്യാത്ത, അല്ലെങ്കിൽ നിങ്ങൾ കാണാത്ത ഒരു ഐറ്റമാണ്. നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ലൈവായിട്ട് കാണുമ്പോൾ അതിൻ്റെതായ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. പലർക്കും ഷൂട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് എഡിറ്റിംഗ് ഉണ്ടാവും എന്നൊക്കെ ഒരു വിചാരം കാണും. പക്ഷെ അല്ല, നമുക്ക് നമ്മുടെ ശകലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞ് മുട്ട പൊട്ടിപ്പോ. അതുകൊണ്ട് മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. നല്ല ഒരു കയ്യടി ഉണ്ടാവും. ഞാൻ അങ്ങോട്ട് 2 കോക്കനട്ട് കൊടുത്തായിരുന്നു കേട്ടോ. തേങ്ങ ഒക്കെ ഓക്കെ ആണല്ലോ അല്ലേ ചേട്ടാ? ഒറിജിനൽ തേങ്ങയാണ്, ഇരറ്റുപേട്ടന്ന് മേടിച്ച തേങ്ങ കേട്ടോ നമ്മുടെ. അപ്പൊ നല്ലൊരു കൈ.
നന്ദി പറയാം കേട്ടോ. നല്ല ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് നന്ദിയോട് പറയും. ഞാൻ അടുത്ത ഒരു പ്രോഗ്രാം ഞാൻ പറഞ്ഞ സാധാരണ മാർഷൽ ആർട്സുകാർ ചെയ്യാത്ത ബ്രേക്കിംഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഹെൽമെറ്റ് ബ്രേക്ക് ആവും. നിങ്ങൾക്കറിയാം, ഞാൻ നിങ്ങളുടെ തരാനായിട്ട് പോകണം. ISIമാർക്കുള്ള ഒരു ഹെൽമെറ്റാണ്, പുത്തൻ ഹെൽമെറ്റാണ്. ഈ ഒരു ഹെൽമെറ്റ് നമ്മൾ ബ്രേക്ക് ചെയ്ത് ഈസി ആയിട്ട് കളയുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഞാൻ ചെയ്യുന്നത് റോങ് മെസ്സേജ് ആയിട്ട് എടുക്കരുത്. എല്ലാവരും ഹെൽമെറ്റ് വെച്ച് മാത്രമേ യാത്ര ചെയ്യുള്ളൂ. നമ്മുടെ തലയുടെ ഏറ്റവും വലിയ സുരക്ഷിതം, 2 വീലറിൽ പോകുന്ന എല്ലാവർക്കും ഏറ്റവും സുരക്ഷിതമായിട്ട് വേണ്ടത് ഹെൽമെറ്റാണ്. ഇപ്പം ഞാനിത് ബ്രേക്ക് ചെയ്യുന്നത്, ഇത് 100 കിലോയിലുള്ള ശക്തിയിലുള്ള അല്ല ലോഡിലുള്ള സ്പീഡിലുള്ള അടി എന്ന് കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ആവുള്ളൂ. ഇത് ബ്രേക്ക് ആകാത്തത് പല ആൾക്കാരിത് കുറഞ്ഞ ഹെൽമെറ്റ് ആണെങ്കിലും കൂടി ഹെൽമെറ്റ് ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കൈ ഇതിൻ്റെ അകത്തൂടെ കടന്നു പോകുമ്പോൾ ആഴത്തിലുള്ള മുറിവുണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും കാണാനായിട്ട് സാധിക്കില്ല. സാധാരണ മാർഷൽ ആർട്സുകാരും ബ്രേക്ക് ചെയ്യാറില്ല. ഇത് ഫൈബറാണ്, സാധാരണ എല്ലാ ഹെൽമെറ്റും ഫൈബറാണ്. ക്വാളിറ്റി കൂടിയ ഫൈബറുകൾ കൊണ്ടാണ് ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ തീരെ കുറഞ്ഞ ഹെൽമെറ്റ് ആണെങ്കിലും നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അത് പ്ലാസ്റ്റിക് ആണ്, അത് പുഷ് ചെയ്ത് താഴെ പോയിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പം നമുക്ക് അത്യാവശ്യം വിലയുള്ളൊരു ഹെൽമെറ്റ് നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു കൈയുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഹെൽമെറ്റ് നോക്കണം. ISIമാർ ഒന്ന് നോക്കണം കേട്ടോ.
ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കൊണ്ട് തണ്ടർ കോക്കർ, അതായത് കരിക്ക് ബ്രേക്ക് ചെയ്തൊരു അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡും അറേബ്യൻ ബുക്ക് ഓഫ് റെക്കോർഡും അതുപോലെ തന്നെ വേൾഡ് റെക്കോർഡും എൻ്റെ പേരിലുണ്ട്. ആ റെക്കോർഡ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ എൽബോ, അതുപോലെ തന്നെ നമ്മുടെ ഓരോ ശരീരത്തിൻ്റെ ഭാഗം, ഹെഡ് ഒക്കെ വെച്ചിട്ട് ഞാൻ ബ്രേക്ക് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അതൊരു ഒരുപാട് നാളത്തെ പ്രാക്ടീസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ കോക്കനട്ട്, അതായത് കരിക്ക് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് വാടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് സാധാരണ ഉദ്ദേശിക്കുന്ന പോലെ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഇത് തെങ്ങിൻ്റെ മണ്ടയിൽ നിന്നൊരു വെച്ചിങ്ങ താഴെ വീണാൽ പോലും പൊട്ടുന്ന രീതിയിലല്ല ഇതിൻ്റെ ഒരു സജ്ജീകരണം എന്ന് പറയുന്നത്. അതായത് തേങ്ങ എന്ന് പറയുന്ന സാധനം നമുക്ക് പൊട്ടിപ്പോകുന്ന ഒരു രീതിയിലേക്കല്ല അത് പ്രകൃതി നിർമ്മിച്ചിരിക്കുന്നത്. അത് ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ നാളത്തെ പ്രാക്ടീസ് വേണം, ബ്രേക്കിംഗ് പവർ വേണം, സ്പീഡ് വേണം, ലോഡ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പം ഇതെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എനിക്കിത് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഞാൻ കൊണ്ടുവന്നിട്ട് ഞാൻ വഴിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നൊരു തേങ്ങയാണ്. ഇതിൻ്റെ അത് നാടൻ കരിക്കാണ്. എനിക്ക് നാടൻ കരിക്കുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം ബ്രേക്ക് ചെയ്യാനായിട്ട് പോകണം. അപ്പം നല്ല ഒരു കൈയിടിയും നല്ലൊരു സപ്പോർട്ടും ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ ലാസ്റ്റത്തെ ബ്രേക്കിംഗ് ആണ്. ഇത് ഈ ഒരു ബ്രേക്കിങ്ങിലൂടെ എൻ്റെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരുപാട് നന്ദിയോടെ ഈ സ്കൂളിനെ, കാരണം ഈ ഒരു പ്രോഗ്രാമിനെയും നല്ലവരായ നാട്ടുകാരെയും സ്കൂൾ മാനേജ്മെൻറ്റിനെയും അതുപോലെ പ്രത്യേകിച്ച് എസ്പെഷ്യലി എബിച്ചേട്ടനെയും എല്ലാവരും നന്ദിയോടെ ഓർത്തുകൊണ്ട് എൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് പോകണം. അപ്പം വീണ്ടും നിങ്ങൾ തന്ന ഒരു വൈബ്, നല്ലൊരു പോസിറ്റീവ് എനർജി എനിക്ക് വീണ്ടും തരണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു, ഒരുപാട് നന്ദി. സ്വന്തം അധ്വാനം കൊണ്ടാണ് ഇത്രയും നേട്ടങ്ങൾ
അബീഷ് നേടിയെടുത്തത്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു ഗിന്നസ് അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് സർക്കാരിൻ്റെ അതിഥിയായി മാറും. സർക്കാരാണ് പിന്നെ അവരെ സ്പോൺസർ ചെയ്യുക. പക്ഷെ നമുക്ക് ഇവിടെ ഇപ്പോഴും അബീഷ് സ്വന്തം പ്രയത്നം കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി നേട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ മരീച്ചിപ്പാറയിലെ പങ്കും സ്മരിക്കപ്പെടട്ടെ എന്ന് എല്ലാ ആശംസകളും നന്ദിയും അറിയിക്കുകയാണ്.